വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ മക്കളെ, നിങ്ങളെല്ലാവരും ഇനി വരാൻ പോകുന്ന നമ്മുടെ LSS എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടാവും. ഇപ്പം നിലവിലെ ഫെബ്രുവരി 26-നാണ് നമ്മുടെ എക്സാം. നമുക്കറിയാം ഇത്തവണത്തെ എക്സാം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യാലിറ്റിയാണ്. പുതിയ പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ നിങ്ങളെ സഹായിക്കാനായിട്ട് ചില ചോദ്യങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ നിന്ന് മത്സ്യത്തിന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ഫ്രം ദി ടേം ഗിവൺ ബിലോ സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ റിലേറ്റഡ് ടു ദ മൂവ്മെന്റ് ഓഫ് ഫിഷ് ഇൻ വാട്ടർ. നമുക്കറിയാം അല്ലേ, നമ്മുടെ ഫിഷിന്റെ അല്ലെങ്കിൽ മത്സ്യങ്ങളുടെ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ മത്സ്യങ്ങളുടെ അനുകൂലനങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു ശരിക്കും അനുകൂലനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തായിരുന്നു അഡാപ്റ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു ജീവി, അത് ഏത് ജീവി ആയിക്കൊള്ളട്ടെ, ആ ജീവിക്ക് ജീവിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അവ ജീവിക്കുന്ന ആ ഒരു സ്ഥലത്ത് അവർക്ക് ജീവിക്കാൻ സഹായിക്കുന്ന സവിശേഷതകളെയാണ് നമ്മൾ അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ നമ്മൾ അനുകൂലനം എന്ന് പറയുന്നത്. അപ്പം മത്സ്യത്തിന്റെ അനുകൂലനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ ഓൾറെഡി മത്സ്യങ്ങളുടെ അനുകൂലനങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ശരിയായിട്ടുള്ളതൊന്ന് ചൂസ് ചെയ്യാം. ഇവിടെ ഒന്നാമത് പറയുന്നത് മത്സ്യങ്ങളുടെ ആകൃതി വാൽച്ചിറകം, ഷേപ്പ് ഓഫ് ഫിഷ് ആൻഡ് ടെയിൽ ഫിൻ. അടുത്തത് ചെകിളപ്പൂക്കൾ നിറം, അതായത് ഗിൽസ് കളർ. അടുത്തത് കടൽ വെള്ളം, പുഴവെള്ളം, സീ വാട്ടർ, റിവർ വാട്ടർ. വഴുവഴുപ്പുള്ള ശരീരം, ചിറകുകൾ, സ്ലിപ്പറി ബോഡി, ഫിൻസ്. ഇനി ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം നമ്മുടെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട്. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഈ താഴെ കൊടുത്തിരിക്കുന്ന A ആണോ, B ആണോ, C ആണോ, D ആണോ എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഇവിടെ A എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? A എന്ന് പറയുന്നത് 1 only, B എന്ന് പറയുന്നത് 1 and 4, C എന്ന് പറയുന്നത് 2 and 3, D എന്ന് പറയുന്നത് 4 only. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിക്കണം. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. മത്സ്യങ്ങളുടെ ആകൃതി വാൽച്ചിറക്, അതുപോലെ വഴുവഴുപ്പുള്ള ശരീരം, ചിറകുകൾ. അതായത് 1ഉം അതുപോലെ 4ഉമാണ് ഇവിടെ നമ്മുടെ മത്സ്യങ്ങളുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട ശരിയായ കാര്യങ്ങൾ. ബാക്കിയുള്ളത് മത്സ്യങ്ങളുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്ന് നമുക്കറിയാം. സോ ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം 1ഉം 4ഉമാണ്. അപ്പോൾ അതിനെ പരാമർശിക്കുന്ന ഓപ്ഷൻ ഏതാന്ന് നോക്കണം. 1ഉം 4ഉം എന്ന് പറയുന്നത് എത്രാമത്തെ ഓപ്ഷനാണ്? 1ഉം 4ഉം എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനാണ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? ആൻസർ ഏതാണ്? ഇതിന്റെ ആൻസർ B ആണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് B ആണ്. ഓക്കെ, നോക്കിക്കേ, 1 and 4. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ ചോദ്യത്തിന്റെ ഉത്തരങ്ങളിലേക്ക് എത്താൻ. പെട്ടെന്ന് നമുക്ക് വായിക്കുമ്പോൾ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കറിയാം. പക്ഷെ ഓപ്ഷൻസിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് അവിടെ ഒരു ചെറിയൊരു പ്രശ്നം നമുക്ക് അനുഭവപ്പെടുക. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡയറക്റ്റ് ചോദ്യമായിരിക്കും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഓപ്ഷൻസ് വായിക്കുമ്പോൾ നമുക്കൊരു ഇൻഡയറക്റ്റ് പോലെയൊക്കെ തോന്നും. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ദിവസത്തിന്റെ പ്രത്യേകത ഏത്? വാട്ട് ഈസ് ദ സ്പെഷ്യൽ അബൌട്ട് ദ ഡേ ഷോൺ ഇൻ ഫിഗർ? അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ 3 സെലസ്റ്റിയൽ ബോഡീസിൻ്റെയും പൊസിഷനാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഏറ്റവും സെൻറ്ററിൽ നമ്മുടെ എർത്ത് ഉണ്ട്, അതുപോലെ തന്നെ സൂര്യൻ ഇവിടെയുണ്ട്, സൺ ഇവിടെയുണ്ട്, അതുപോലെ നമ്മുടെ മൂൺ ഇവിടെയുണ്ട്. അപ്പം നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന സെലസ്റ്റിയൽ ബോഡീസിൻ്റെ പൊസിഷൻ നോക്കിയാൽ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത് MES ആണ് അല്ലെ. MES എന്ന് പറഞ്ഞാൽ E എന്ന് പറയുന്നത് നമ്മുടെ എർത്താണ് സെൻട്രൽ. അപ്പൊ MES എന്ന് പറയുന്ന കോഡ് നമ്മൾ എന്തുമായിട്ടായിരുന്നു നമ്മൾ പഠിച്ചത്? ഫുൾ മൂണുമായിട്ടാണ് നമ്മൾ പഠിച്ചത്. ഏതാണ്? ഫുൾ മൂൺ. അതേസമയം EMS, അതായത് നമ്മുടെ മൂണ് സെൻട്രൽ വരുമ്പോൾ അത് നമ്മൾ എന്തുമായിട്ടായിരുന്നു റിലേറ്റ് ചെയ്ത് പഠിച്ചത്? നമ്മുടെ ന്യൂ മൂൺ അല്ലെങ്കിൽ കറുത്ത വാവ് അല്ലെങ്കിൽ നമ്മുടെ അമാവാസി. അപ്പം ഫുൾ മൂണ് അല്ലെങ്കിൽ വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമിയാണ് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിലെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം. അപ്പം നമുക്ക് നോക്കാം. ഇനി അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് മറ്റു രീതിയിലും ഇതിന്റെ ഉത്തരത്തിലേക്ക് പോവാം. വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കിക്കോ. ഇതാണ് നമ്മുടെ ഭൂമി. അപ്പൊ ഭൂമിയിൽ നിന്ന് നമ്മൾ മൂണിനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഭൂമിയുടെ സെയിം സൈഡിൽ വരുന്നത് ഏത് ഭാഗമാണ്? യെസ്, ബ്രൈറ്റ് പോർഷൻ ആണ്. അതായത് മൂണിനെ നല്ല ബ്രൈറ്റ് ആയിട്ടാണ് നമ്മൾ എർത്തിൽ നിന്ന് നോക്കിയാൽ കാണുന്നത്. അപ്പോൾ ആ ഒരു ദിവസം സ്വാഭാവികമായും ഏതായിരിക്കും? ഫുൾ മൂൺ ഡേ ആയിരിക്കും. അതേപോലെ തന്നെ ന്യൂ മൂൺ പറയുന്ന സമയത്ത് നമ്മൾ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ മൂണിന്റെ ഡാർക്ക് സൈഡാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അങ്ങനെയും വെച്ച് നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. സോ ഇതിന്റെ ഉത്തരം ഏതാണ് മക്കളെ? ഫുൾ മൂൺ ആണ്. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ഒട്ടകത്തിന്
സിംഹത്തിൻ്റെയും പെൻഗ്വിൻ്റെയും അനുകൂലനങ്ങൾ കണ്ടെത്തി എഴുതുക. റൈറ്റ് ഡൗൺ ദ അഡാപ്റ്റേഷൻ ഓഫ് ക്യാമൽ ആൻഡ് പെൻഗ്വിൻ. നമുക്കറിയാലേ ഇത്തവണത്തെ എക്സാമിൽ നിങ്ങൾക്ക് പേപ്പർ 2 ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എഴുതണമെങ്കിൽ. അപ്പം ഇവിടെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ക്യാമൽ അതുപോലെ തന്നെ നമ്മുടെ പെൻഗ്വിൻ ഇവരുടെയൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് നമുക്കിവിടെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വേഗം പറഞ്ഞു തരാം എന്തൊക്കെയാണ് അഡാപ്റ്റേഷൻ. നമുക്ക് ഏറ്റവും ആദ്യം പെൻഗ്വിൻ എടുക്കാം. പെൻഗ്വിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിറകുകൾ തുഴകളായിട്ടാണ് അവ ഉപയോഗിക്കുന്നത്. വിങ്സ് ആർ യൂസ്ഡ് ആസ് പാഡിൽസ്. താപനഷ്ടം തടയാൻ തൂവലുകളുടെ കട്ടിയുള്ള ആവരണം കാണാനായിട്ട് പറ്റും. കവറിംഗ് ഓഫ് ഫെദർ ടു പ്രിവെന്റ് ഹീറ്റ് ലോസ്. ത്വക്കിനടിയിലെ കൊഴുപ്പ് ആവരണം തണുപ്പിനെ പ്രതിരോധിക്കുന്നു. ഫാറ്റ് ലെയർ അണ്ടർ ദ സ്കിൻ പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് കോൾഡ്. കാലുകളിലെ വിരലുകൾ ചർമ്മം കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. ഇര പിടിക്കാൻ സഹായിക്കുന്ന കൊക്ക്. ടോസ് ആർ കവേർഡ് വിത്ത് സ്കിൻ. ബീക്ക് ടു ഹെൽപ്പ് കാച്ച് പ്രേ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പെൻഗ്വിൻ്റെ അഡാപ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ക്യാമൽസിൻ്റെ കേസ് പറയുവാണെങ്കിൽ ക്യാമൽസിൻ്റെ അഡാപ്റ്റേഷൻസ് ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. നീളമുള്ള കാലുകൾ മരുഭൂമിയിലെ ചൂടിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു. ലോങ് ലെഗ്സ് പ്രൊട്ടക്ട് ദ ബോഡി ഫ്രം ദി ഡിസേർട്ട് ഹീറ്റ്. വിസ്തൃതമായ കുളമ്പുകൾ മണ്ണിലൂടെയുള്ള യാത്ര സുഗമമാക്കുന്നു. വൈഡ് ഹൂസ് ഫെസിലിറ്റേറ്റ് മൂവ്മെന്റ് ത്രൂ ദ സോയിൽ. മൂക്കുകൾ ഇഷ്ടാനുസരണം അടയ്ക്കാനും തുറക്കാനും കഴിയുന്നതിനാൽ മണല് ശ്വാസകോശത്തിൽ വരാതെ ശ്രദ്ധിക്കുന്നു. The nostrils can be closed and open at will, preventing sand from entering the lungs. ശരീരത്തിൽ നിന്നും ജലനഷ്ടം വളരെ കുറവാണ്. വാട്ടർ ലോസ് ഫ്രം ദി ബോഡി ഈസ് വെരി ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത്തവണത്തെ LSS നേടാനായിട്ട് സൈലത്തിൻ്റെ ജ്വാല ബാച്ച് നിങ്ങൾക്ക് അറിയാം. കുറേ മക്കൾ നമ്മുടെ ജ്വാല ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫ്രീ ബാച്ചാണ്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് സൈലം ലേണിംഗ് എഡ്യൂക്കേഷൻ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ജ്വാല ബാച്ചിൽ കയറാനായിട്ട് പറ്റും. അതുമല്ല ഇനി കൂടുതൽ എൻക്വയറീസ് നടത്തണമെങ്കിൽ താഴെ നിങ്ങൾക്കൊരു സ്ക്രോളിൽ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ജ്വാല ബാച്ചിൻ്റെ അഡ്മിഷന് നിങ്ങൾക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അത് മാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കുള്ള ഒരു എക്സാമാണ് നമ്മുടെ ആനുവൽ എക്സാം, നമ്മുടെ പബ്ലിക് എക്സാം. അപ്പോൾ പബ്ലിക് എക്സാമിന് നമുക്ക് വേണ്ടത് റിവിഷൻ ബാച്ചാണ്. സോ നിങ്ങൾക്കായിട്ട് ഒരു റിവിഷൻ ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രാണ എൻ ഗെയിം ബാച്ച്. സോ ഇതിൻ്റെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഈ ഒരു മാസം, ഇതിപ്പോൾ ഫെബ്രുവരിയാണ്, മാർച്ചിലാണ് നമ്മുടെ എക്സാം. ഈ ഒരു മാസം നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു മാസം, ഈ കുറഞ്ഞ മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യുവാണ്. ഓൾറെഡി ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് അത്രയ്ക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന അക്കാഡമിക്സ്, ഇനി വരാൻ പോകുന്ന ആനുവൽ എക്സാം നിങ്ങൾക്ക് ക്ലിയർ ആക്കാം. സോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഇതുപോലുള്ള കുട്ടി കുട്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് സൈലത്തിനോടൊപ്പം നമുക്ക് ഈ ഒരു 4ാം ക്ലാസ് സെറ്റാക്കാം, പവറാക്കാം. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.